പ്രിയമുള്ളവരെ, ഷമീർ കൊപ്പറമ്പിൽ എന്ന് പറയുന്ന സഹോദരൻ ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഡയാലിസിസ് ചെയ്യുവാൻ സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം വളരെ ക്ലേശകരമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തകനായ ബഹുമാനപ്പെട്ട PMA സലാമിനെ വിളിക്കുകയും അദ്ദേഹം വന്ന് നമുക്ക് വീഡിയോ എടുക്കുകയും ചെയ്തതിന് പ്രകാരം ആ അവസരത്തിൽ എന്നെ ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തകനായ ഫരീദ് വലിയപറമ്പിൽ വന്ന് സമീപിക്കുകയും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അതുപോലെ ഞാൻ എൻ്റെ വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളോട് സംസാരിക്കുകയും അവർ ഒട്ടും പിന്മാറാതെ എനിക്ക് നല്ല ബലം നൽകി തന്നെ അവരെല്ലാവരും ഈ കുടുംബശ്രീ അംഗങ്ങളെല്ലാവരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും അവരാൽ കഴിയുന്ന ഓരോരുത്തരാലും കഴിയുന്ന തുക നമുക്ക് കൈമാറുകയും ചെയ്തു. അതനുസരിച്ച് നമുക്ക് ഒരു നിശ്ചിതമായ തുക നമ്മുടെ ഷമീറിൻ്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇതുപോലെ ഇനിയും ഷമീറിൻ്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് ഫണ്ട് കണ്ടെത്തുവാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും നമ്മളെ പോലുള്ള എല്ലാവരും ഇത് വീഡിയോ ഷെയർ ചെയ്തും അല്ലാതെയും എല്ലാ കാര്യങ്ങളും നടത്തി നമ്മൾ ഷമീറിൻ്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതുവരെ നമ്മളെല്ലാവരും അഹോരാത്രം പ്രയത്നിക്കണമെന്നും ഈ നമ്മൾ കൊടുക്കുന്നതായ തുക അവർക്ക് പ്രയോജനം ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് വിഷമങ്ങൾക്കിടയിലാണ് ഇന്ന് ഇതുപോലൊരു കൂട്ടായ്മ ഇവിടെ വിളിക്കുകയും ഇവിടെ വരികയും ചെയ്തത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രിയപ്പെട്ട PMA സലാം സാഹിബ് കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ എല്ലാവർക്കും അറിയാം. അസ്മ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട മെമ്പർ അതിനെക്കുറിച്ച് വിശദീകരിച്ച് കഴിഞ്ഞ് പറയേണ്ട ആവശ്യമില്ല. ഷമീറിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രിയപ്പെട്ട ഷമീറിൻ്റെ വീഡിയോ PMA സലാം സാഹിബ് ചെയ്തത് എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. പക്ഷേ ഇതുവരെ നമുക്ക് അതിന് ഫണ്ട് കണ്ടെത്തുവാനോ അല്ലെങ്കിൽ അതിലേക്ക് മുഴുകാനോ സാധിച്ചിട്ടില്ല. അതിനുള്ളതിലാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകളും സംഘടനകളും ഒരു നാട് മുഴുവനും ഉറക്കമണിഞ്ഞ ദിവസങ്ങളായി ഇതിൽ പിറകെയുണ്ട്. ഇതിനിടയിലാണ് ഞാൻ അസ്മയെ കാണുകയും അസ്മയോട് നിങ്ങൾ സംസാരിക്കുകയും ചെയ്തു. പല സ്ഥലത്തും സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഒരു സംസാരമാണ് അസ്മയായിട്ട് നടത്തിയത്. അപ്പോൾ അസ്മ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരെല്ലാവരും ഈ ബഹുമാനപ്പെട്ട സഹോദരിമാരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മിനിയാന്ന് പറഞ്ഞു ഇന്ന് തന്നെ അവർ 37,750 രൂപ, ശരിയല്ലേ? 37,750 രൂപ ചെറിയ തുകയല്ല ഈ സമയത്ത്. കാരണം ഒരുപാട് ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഈ സമയത്ത് ഈ പ്രിയപ്പെട്ട സഹോദരിമാർ അവരുടെ വിയർപ്പിൻ്റെ ഒരു അംശം നമ്മുടെ ഈ പ്രിയപ്പെട്ട ഷമീറിൻ്റെ ചികിത്സാ സഹായനിധിയിലേക്ക് തന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇവരോട് നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രിയപ്പെട്ട ഷമീറിന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഇതൊരു പ്രചോദനമാണ്. നമ്മൾ എത്രയോ കഴിവുള്ള തൻ്റെ ഇടമുള്ള ആളുകൾ നമ്മൾക്കിടയിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനിടയിലാണ് ഈ പ്രിയപ്പെട്ട സഹോദരിമാർ ഇപ്പോൾ ഇവർ കണ്ടപ്പോൾ തന്നെ സഹിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ചൂടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇവർ വന്നിട്ട് ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ടാണ് എന്നെ വിളിച്ച് വരാൻ പറഞ്ഞ് വന്ന് ഇങ്ങനെ ഈ സംഭാവന നമ്മുടെ ഈ തുക കൈമാറുന്നത്. ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ഒരു ചങ്കടിപ്പോടെ നിൽക്കണം. കാരണം ഇവർ വിയർപ്പോടി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരാണ്. അവരോട് പറ്റിയിട്ട് പോകുന്നതല്ല. നമുക്കറിയാം ഇത്രയും ചൂടാണ്. ഈ ചൂടിൽ അവർ കഷ്ടപ്പെട്ടുകൊണ്ട് വന്ന് ഈ പൈസയും സ്വരൂപിച്ച് ഇത് കൈമാറുമ്പോൾ പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് ഇത് മറ്റുള്ളവരെ ഒരു പാഠമാക്കി എടുക്കണം. ഇതൊരു പ്രചോദനമാണ്. ഷമീറിൻ്റെ ഫണ്ട് എങ്ങും എത്തിയിട്ടില്ല. ഇനിയും ഇതേപോലെ ചെറിയ ചെറിയ കൂട്ടായ്മകൾക്ക് സാധിക്കും. 10 ആൾ 1000 രൂപ വെച്ചെടുത്താൽ 10,000 രൂപയും, ഒരു 10 ആൾ 2,500 2000 രൂപ വെച്ചെടുത്താൽ അത്രയും കാശ്. അതുപോലെ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 30 ലക്ഷം എന്നുള്ള ടാർഗറ്റ് നമുക്ക് തേക്കാൻ സാധിക്കും. ദിവസങ്ങൾ പരിമിതമാണ്. വീഡിയോകൾ വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പലരും രോഗികൾ ഒരുപാടാണ്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സൃഷ്ടാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് ഉണ്ടാകട്ടെ, ഇവർ കുടുംബത്തിനുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും അല്ലാത്തവരൊക്കെ എല്ലാ രോഗങ്ങളിൽ നിന്നും സൃഷ്ടാവ് കാത്തിരക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മെമ്പർ കൂടി നന്ദി അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.